ബഹുമാന്യനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു ആക്ഷേപ രൂപത്തിൽ എന്നെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. ശബരിമലയുടെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇന്ന് പ്രതിയായി നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി എന്തോ ബന്ധം ഉണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ ആക്ഷേപം ഉന്നയിച്ചത്. ഞാൻ കാണുന്നതിന് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കാണുകയും അദ്ദേഹവുമായി സ്വകാര്യ സംഭാഷണങ്ങൾ നടത്തിയ ചിത്രങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ കൈവശം ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. ആ സ്വകാര്യ സംഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞത്, ചെവിയിൽ പറയുന്ന കാര്യങ്ങൾ കേട്ടപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, എന്തായാലും ശബരിമലയുടെ കാര്യങ്ങൾ നിങ്ങളെ ഏൽപ്പിച്ചു കഴിഞ്ഞു. കേരളത്തിലെ ഇനിയും നമ്മുടെ പല ക്ഷേത്രങ്ങളുമുണ്ട്. ആ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തപ്പെടേണ്ട കൊള്ളകളെക്കുറിച്ചാണോ ബഹുമാന്യനായ മുഖ്യമന്ത്രി രഹസ്യമായി പറഞ്ഞത് എന്നതിനെക്കുറിച്ച് ഞങ്ങൾ ആക്ഷേപിക്കുകയാണ്. അല്ലെങ്കിൽ അദ്ദേഹം അത് വ്യക്തമാക്കണം. ഇതുപോലെയുള്ള ഒരു ആളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കൊള്ള സംഘത്തിന് നേതൃത്വം കൊടുത്ത ആളെന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ചില നിർദ്ദേശങ്ങൾ കൊടുത്തതാണോ എന്ന് ഞങ്ങൾ സംശയിച്ചാൽ അതിൽ യാതൊരു തെറ്റും ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. മാത്രമല്ല, കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് യോജിക്കാത്ത ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തിൽ ഒരുപാട് മുഖ്യമന്ത്രിമാർ ഇവിടെ കേരളത്തിൽ ഭരണം നടത്തിയിട്ടുണ്ട്. എം ശങ്കരൻ നമ്പൂതിരിപ്പാടാണെങ്കിലും, ശ്രീ അച്യുതമേനോനാണെങ്കിലും, ശ്രീ AK ആന്റണി ആണെങ്കിലും, അതേപോലെ തന്നെ ശ്രീ ഉമ്മൻചാണ്ടി ആണെങ്കിലും, ശ്രീ PK വാസുദേവൻ നായരാണെങ്കിലും, അങ്ങനെ തുടങ്ങിയ ഒട്ടനവധി മുഖ്യമന്ത്രിമാർ കേരളത്തിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട് എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരുപക്ഷെ ചാനൽ ചർച്ചകൾ പോകുന്ന ആളുകൾ പറയുന്ന ലാഘവത്തോടു കൂടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു ആക്ഷേപം ഉന്നയിക്കുക എന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തിന് അന്തസ്സിന് യോജിക്കാത്ത ഒരു കാര്യമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അന്തസ്സോടുകൂടി പ്രവർത്തിക്കേണ്ടിയിരുന്ന വ്യക്തിയാണ് എന്ന് ഞങ്ങളൊക്കെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ടാണ്. മാത്രമല്ല, അദ്ദേഹം പറഞ്ഞത്, അടൂർ പ്രകാശ് സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അവിടെ കൊണ്ടുവന്ന് എത്തിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ ആക്ഷേപത്തിൽ പറഞ്ഞത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ 2019 ആറ്റിങ്ങൽ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ മത്സര രംഗത്ത് വന്നിട്ടുള്ളത്. ആ മത്സര രംഗത്ത് വന്നപ്പോൾ അവിടെയുള്ള നിരവധി ആളുകളുമായി എനിക്ക് ആ നിയോജക മണ്ഡലത്തിലുള്ള നിരവധി ആളുകളുമായി ബന്ധപ്പെടാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴാണ് കാരേറ്റുകാരനായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ യാദർച്ഛികമായി എന്നെ വന്ന് കാണുകയുണ്ടായി. അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങളെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഏതായാലും സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് അടൂർ പ്രകാശിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല എന്ന് വളരെ വ്യക്തതയോടുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം ചില പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്, സാമൂഹ്യ ക്ഷേമ രംഗത്ത് ചില പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതിന് ഒരു സൗകര്യപ്രദമായ ഒരു ദിവസം അവിടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് എന്നോട് പറഞ്ഞ കാര്യവും ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. പക്ഷേ ആ പരിപാടിയിൽ ഞാൻ മാത്രമായിരുന്നില്ല പങ്കെടുത്തത്. എന്നോടൊപ്പം തന്നെ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, തെറ്റുണ്ടെങ്കിൽ ഞാൻ തിരുത്താൻ തയ്യാറാണ്, അന്നത്തെ അവിടെ MLA ആയിരുന്ന ശ്രീമതി OS അംബികയാണ് അദ്ദേഹവുമായി ആ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ പങ്കെടുത്തത്.
എന്ന് ഞാനിപ്പോഴും ഓർക്കുന്നു. OSMB ആണോ അതോ ശ്രീ സത്യനാണോ എന്ന് എനിക്ക് കൃത്യമായി ഓർമ്മ വരുന്നില്ല. എങ്കിലും മറ്റ് MLA-മാരോടൊപ്പം CPM-ൻ്റെ MLA-മാരോടൊപ്പമാണ് MP എന്നുള്ള നിലയിൽ അദ്ദേഹം സാമൂഹ്യക്ഷേമ രംഗത്ത് ചില പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാനടക്കമുള്ള ആളുകൾ അതിൽ പങ്കെടുത്തത്. നിരവധി ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം മറ്റൊരു കാര്യത്തിന് വേണ്ടി എന്നെ ക്ഷണിച്ചത്, MP എന്നുള്ള നിലയിൽ എന്നെ ക്ഷണിച്ചത് ശബരിമലയിൽ അന്നദാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഉദ്ഘാടനം നടത്തണം എന്ന് പാർലമെൻറ്റ് അംഗം എന്നുള്ള നിലയിൽ എന്നോട് പറയുകയുണ്ടായി. ഞാൻ ശബരിമലയിൽ എല്ലാ അവസരങ്ങളിലും പോകുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, ഒരു ഈശ്വര വിശ്വാസി എന്നുള്ള നിലയിൽ ശബരിമലയ്ക്ക് പോകാൻ ഞാൻ തീരുമാനിച്ചു. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ അന്നദാനം ഇവിടെ നടത്തുന്നുണ്ട്, അതുകൂടി ഉദ്ഘാടനം ചെയ്യണം എന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി. ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ആ അന്നദാനത്തിലും പങ്കെടുത്തിട്ടുള്ളത് എന്ന് വ്യക്തമാക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്.